നമ്മുടെ GK-യിൽ നിന്ന് എസ്പെഷ്യലി ജോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അതിൽ നിന്ന് തന്നെ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്ന മേജർ ലാറ്റിറ്റ്യൂഡ് ഏതാണ്, ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്, എത്ര സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മേജർ ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ, അത് ഏതൊക്കെ സിറ്റീസിലൂടെ പാസ് ചെയ്തു പോകുന്നു, ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്തു പോകുന്നു, സ്റ്റേറ്റ്സിന്റെ പേര് ഏതൊക്കെയാണ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കോഡ് വെച്ച് നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ പോവാണ്. ഏതാ കോഡെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്നത് നമ്മുടെ 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആണല്ലേ. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്തു പോകുന്നത്, എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവി സീൻ നമ്മൾ അത് വെച്ച് പഠിക്കാൻ പോവാണ്. ഏതാണ് ആ മൂവി സീൻ? തേന്മാവിൻ കൊമ്പത്തല്ലേ, മാണിക്യനെയും കാർത്തുമ്പയും നമുക്ക് സമ്മാനിച്ച, നമുക്ക് മറക്കാനാവാത്ത രണ്ട് കഥാപാത്രങ്ങളാണ് അല്ലെ. ഇവരെ സമ്മാനിച്ച പ്രിയദർശന്റെ അടിപൊളി മൂവിയായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. അതിൽ ഈ സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാർത്തുമ്പി മുത്തുകാവ് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ച് മാണിക്യനെ കുറെ കുഴപ്പിക്കുന്നുണ്ട്. അവസാനം കെട്ടിയിട്ട് തല്ല് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരെ ആരെത്തിയിട്ടുണ്ടായി, മാണിക്യനെ എത്തിയിട്ടുണ്ടായല്ലേ. അപ്പം ഈ ഒരു മൂവീസിനെ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്തു പോകുന്ന 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അതേപോലെ അവിടുത്തെ മേജർ സിറ്റീസ് ഏതൊക്കെയാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. എങ്ങനെയാന്ന് നോക്കാം അല്ലെ. ലാലേട്ടന് കെട്ടിയിട്ട് തല്ല് കിട്ടുന്ന ഒരു സീന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഓർത്തു വെക്കാം, ലാലേട്ടൻ എവിടെ പോയി, ആന്ധ്രയിൽ പോയി. അവര് കാളവണ്ടിയും കൊണ്ട് മാണിക്യനും കാർത്തുമ്പി എവിടെയാണ് പെട്ടുപോയത്, ആന്ധ്രയിൽ. ഓർത്തു വെക്കാം, ലാലേട്ടൻ ആന്ധ്രയിൽ പോയി ഉമ്മ ചോദിച്ചപ്പോ, മുദ്ദുഗവ് ആണല്ലേ, മുദ്ദുഗവ് എന്താണ്, ഉമ്മയല്ലേ. യെസ്, ഉമ്മ ചോദിച്ചപ്പോ ഓടിച്ചിട്ട് തല്ല് കിട്ടി. ഇത്രയും ഓർത്തു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇന്ത്യയിലെ 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്തു പോകുന്ന സ്റ്റേറ്റ്സ് പഠിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ലാലേട്ടൻ ആന്ധ്രയിൽ പോയി ഉമ്മ അത് ചോദിച്ചപ്പോ ഓടിച്ചിട്ട് തല്ല് കിട്ടി. ഓക്കെ, ഇതിൽ ലാലേട്ടല്ലേ എൽ എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഓർത്തു നോക്കുക, ഈ ലോഞ്ചിറ്റ്യൂഡ് 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ആന്ധ്രയിലാണല്ലേ അവർ പെട്ടുപോയത്, ആന്ധ്രയില് ആന്ധ്രാപ്രദേശ്. ഓക്കെ, എന്ത് ചോദിച്ചു, മുത്തുഗവ് അല്ലെങ്കിൽ ഉമ്മ. ഉമ്മയിലെ യു എന്താണ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മിർസാപൂർ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓട് വൺ ഔട്ട് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മിർസാപൂർ ഓർത്ത് വെക്കണം. മിർസാപൂർ എന്ന് പറയുന്ന ഒരു മേജർ സിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ ഉമ്മയിലെ എം എ എന്താണ്, അവസാനത്തെ എം എ. യെസ്, മധ്യപ്രദേശ്. ഇനി ചോദിച്ചപ്പോ ച ഉണ്ടല്ലേ, ഛത്തീസ്ഗഡ്. ഇനി ഓടിച്ചിട്ടാണ് തല്ല് കിട്ടിയത്, ഓടിച്ചിട്ട് ഒഡീസ. ഓക്കെ, ഇത്രയും 5 സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല. ഈ ഒരു സിമ്പിൾ കോഡ് വെച്ച് ഓർത്തു വെക്കുക. ലാലേട്ടൻ ആന്ധ്രയിൽ പോയി ഉമ്മ ചോദിച്ചപ്പോ ഓടിച്ചിട്ട് തല്ല് കിട്ടി. ആന്ധ്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ഓക്കെ, ഈ ഒരു 5 സ്റ്റേറ്റ്സിന്റെ പേര് ഇനി നിങ്ങൾ മറന്നു പോലല്ലോ. ഇനി നമുക്ക് അടുത്ത കോഡിലേക്ക് പോവാം. കഴിഞ്ഞിട്ടില്ല, ലോഞ്ചിറ്റ്യൂഡേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലൂടെ ഒരു മേജർ ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്തു പോകുന്നുണ്ട്. അതിനി നമ്മൾ എങ്ങനെ കോഡാക്കി പഠിക്കും? ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും രണ്ടുപേരും ഇമാജിനറി ലൈൻസ് ആണല്ലേ, അവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് 82.5 ഈസ്റ്റ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്ന്. ഇനി നമുക്ക് മേജർ ലാറ്റിറ്റ്യൂഡ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ ഇതൊരു കണക്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോറി കൂടെ തന്നെ പഠിക്കാം. ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ ഈ ഒരു മൂവി സീൻ വെച്ച് പഠിച്ചതാണെങ്കിൽ ഈ സെയിം മൂവിയിലെ മിക്ക പാട്ടുകളും പാടിയത് ആരാണ്, NG ശ്രീകുമാർ എന്ന് പറയുന്ന സിംഗറാണ്. എല്ലാവർക്കും അറിയാം NG ശ്രീകുമാറിനെ. ഓക്കെ, അപ്പം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്ന മേജർ ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്തു പോകുന്നു പഠിക്കാൻ പോവാണേ. നോക്കാം എന്താണ് കോഡെന്ന്. യെസ്, 2 പേരെ നമുക്ക് പരിചയമുണ്ട്, എല്ലാവർക്കും നന്നായിട്ട്, മലയാളികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. MTയും MG ശ്രീകുമാറും അല്ലെ. ആൻഡ് ഇവരുടെ 2 പേരുടെയും പുറകിൽ എന്തോ കാണാം. എന്താണ്? JCB അല്ലെ. JCB അറിയാത്ത ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ MTയും MG ശ്രീകുമാറും എവിടെയോ നിൽക്കുന്നുണ്ട്, അതിന്റെ പുറകില് JCBയും കാണാം. ഓക്കെ, ഇത് നമുക്കൊരു കോഡാക്കി പഠിക്കാം. യെസ്, ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് പോകുന്നത്? ആ 8 സ്റ്റേറ്റ്സിന്റെ പേര് സിമ്പിൾ ആയിട്ട് ഈ ഒരു കോഡ് വെച്ച് പഠിക്കാൻ പോവാണ്. MGയും MTയും
MG ശ്രീകുമാറും MT വാസുദേവൻ നായരും അല്ലേ? യെസ്, MTയും MG ശ്രീകുമാറും രാജസ്ഥാനിൽ പോയി JCB വാങ്ങി. ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. എന്താണ്? MTയും MG ശ്രീകുമാറും എവിടെ പോയാണ് JCB വാങ്ങുന്നത്? രാജസ്ഥാനിൽ പോയി JCB വാങ്ങി. ഇതിനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുക? യെസ്, MT. അതിലെ M എന്താണ്? മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. കിട്ടിയില്ലേ? ഒന്നാമത്തത് കിട്ടി. ഇനി രണ്ടാമത്തത് T എന്താണ്? T, MTയിലെ T ആണ് ത്രിപുര. ഓക്കെ, മധ്യപ്രദേശ് കിട്ടി. ദെൻ എന്ത് കിട്ടി? ത്രിപുര കിട്ടി. ഇനി അടുത്തതാണ് MTയുടെ കൂടെ ആരാണ് രാജസ്ഥാനിൽ പോയത്? MG ശ്രീകുമാർ ആണ് അല്ലെ? MG ശ്രീകുമാറിലെ അടുത്ത M എന്താണ്? അടുത്ത M ആണ് മിസോറാം. ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്, നമുക്കറിയാം. മിസോറാം കഴിഞ്ഞ് MGയില് എന്തുണ്ട്? G വരുന്നുണ്ട്. MG ശ്രീകുമാറിലെ G എന്താണ്? G for യെസ്, ഗുജറാത്ത്. ഗുജറാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. MG ശ്രീകുമാറും MTയും നമ്മൾ കഴിഞ്ഞു. ഇനി രാജസ്ഥാൻ നേരിട്ടും എടുക്കാം. രാജസ്ഥാൻ അല്ലേ? രാജസ്ഥാനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നുണ്ട്. ഇനി അവരവിടെ പോയിട്ട് രാജസ്ഥാനിൽ പോയിട്ട് MTയും MG ശ്രീകുമാറും എന്താണ് വാങ്ങിച്ചത്? JCB ആണ് വാങ്ങിയത്. ഈ JCBയെ 3 ലെറ്റർ ഉണ്ട്. നമുക്ക് 3 സ്റ്റേറ്റ്സിന്റെ പേര് ഈസി ആയിട്ട് പഠിക്കാം. J എന്താണ്? ജാർഖണ്ഡ്. ഓക്കെ, C എന്താണ്? ഛത്തീസ്ഗഡ്. B എന്താണ്? വെസ്റ്റ് ബംഗാൾ. ബംഗാളാണ്. യെസ്, B for വെസ്റ്റ് ബംഗാൾ. അപ്പം ഈ ഒരു 8 സ്റ്റേറ്റ്സിന്റെ പേര് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഏത് സ്റ്റേറ്റിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോവാത്തത്, ഏതിലൂടെയാണ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ പാസ് ചെയ്ത് പോകുന്നത്, ഇങ്ങനെയൊക്കെ പലതവണ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ 8 സ്റ്റേറ്റ്സിന്റെ പേര് സിമ്പിൾ ആയിട്ട് MTയും MG ശ്രീകുമാറും എവിടെ പോയാണ് JCB വാങ്ങുന്നത്? രാജസ്ഥാനിൽ പോയി JCB വാങ്ങുന്നു എന്ന് പറയുന്ന കോഡിലൂടെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുത്തൂടെ? യെസ്, അങ്ങനെ നമ്മൾ ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്ന മേജർ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഈസി ട്രിക്സും കോഡ്സും ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പം ഇതേപോലെ മറ്റൊരു കോഡ്, മറ്റൊരു ട്രിക്കും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.